ഹായ് എവരിവൺ. നമ്മളിന്നിവിടെ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മസാല ദോശയ്ക്ക് ആവശ്യമായ മസാല ആദ്യം റെഡിയാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം സവാള സ്ലൈസ് ചെയ്തത്, പച്ചമുളക്, തക്കാളിപ്പഴം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മൾ പൊട്ടറ്റോസ് പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്നു, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെയൊക്കെ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചീനിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയെല്ലാം കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നു. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം സവാള ഇട്ട് കൊടുത്തു. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളക്, എരിവിന് ആവശ്യമുള്ളതൊക്കെ ഓപ്ഷണലാണ്. അവരവരുടെ ഇഷ്ടത്തിന് എരിവ് ആവശ്യമുള്ളവർക്ക് 5-6 പച്ചമുളക് ഇടാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നല്ല ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. അതിത്തിരി കൂടുതൽ ചേർക്കുന്നത് നന്നായിരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും ചേർത്ത് വഴറ്റിയിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ബ്രൗണിഷ് കളറായി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കുന്നു. ഇളക്കിയിട്ട് പൊട്ടറ്റോ ഇങ്ങനെ നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. സിമ്മിലോട്ടിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. സിമ്മിൽ വെച്ചാൽ മതി. ഇത്തിരി കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഇന്നിപ്പോൾ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ടൊരു നടുഭാഗത്തോട്ട് ഒരു കുഴി പോലെ എടുത്തിട്ട് നമ്മൾ ഒരിത്തിരി വെള്ളം, ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കും. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി മതി, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുന്നു. ഒരു 5 മിനിറ്റ് ആവിയിലിരുന്ന് സിമ്മിലിട്ട് ആവിയിലൊന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ തൂകി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഒരു സ്പൂണ് കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചമ്മന്തി, അതായത് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് മസാല ദോശയ്ക്ക്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനാണ് പോകുന്നത്. ദോശയുടെ ബാറ്റർ തയ്യാറാക്കുന്നത് സാധാരണ തയ്യാറാക്കുന്നത് പോലെ തന്നെ പച്ചരിയും ഉഴുന്നും 1 കപ്പ് ചോറും പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ 1 നുള്ള് ഉലുവ, ഇത്രയും കുതിർത്ത് അരച്ചെടുത്ത ആണ് ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ദോശയുടെ മാവ് ഈ കൺസിസ്റ്റൻസിയിൽ അരച്ച് ഫെർമെൻറ്റേഷന് വേണ്ടി രാത്രിയിൽ മുഴുവൻ വെച്ചിട്ട് എടുത്തിരിക്കുന്നു. ഇനി ദോശ നമ്മൾ സാധാരണ ചുടുന്നത് പോലെ തന്നെ ദോശ ചുടുന്നു, അത്രയേ ഉള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി രാത്രിയിൽ വെച്ചിരുന്നതാണ്. രാത്രിയിൽ തന്നെ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിരുന്നാൽ നന്നായിട്ട് പൊങ്ങി വരും. അതാണ് അതിൻ്റെ ഒരു ടിപ്പ്. പിന്നെ ചോറും കൂടെ അരയ്ക്കണം, എങ്കിലേ ദോശ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിലേക്ക് 1 സ്പൂണ് ബാറ്റർ ഒഴിച്ച് നമ്മൾ ഇത് പരത്തുന്നു. അതായത് നല്ല പോലെ പരത്തി കൊടുക്കുന്നു. അതേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. ഇത്തിരി വലുപ്പത്തിൽ കട്ടി കുറച്ച് നമ്മളങ്ങ് പരത്തുന്നു. എത്രയും പരത്താമോ അത്രയും പരത്തുന്നു. ഇങ്ങനെ ഒന്ന് വെന്തു എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഈ സമയത്ത് നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയൊന്നും വേണ്ട,
തുള്ളി വെളിച്ചെണ്ണയും കൊണ്ടൊന്ന് തൂവി കൊടുക്കുന്നു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം, ദോശയല്ലേ, വേണമെങ്കിൽ ഒന്ന് തിരിച്ചിടാം. ഒന്ന് തിരിച്ചിടുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിതിനകത്തേക്ക് മസാലകൾ വെച്ച് പ്ലേറ്റിലേക്ക് വയ്ക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇത്തിരി എണ്ണ പുറകിലൂടെ തൂക്കി കൊടുക്കാം. നമ്മൾ ഈ ദോശ ഇങ്ങനെ എടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോയുടെ മസാല ഇത് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെയാണ് മടക്കുന്നത്. ഇങ്ങനെ മടക്കി നമ്മൾ പ്ലേറ്റിലേക്ക് എടുക്കുന്നു. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും.